ഏയ് നിങ്ങൾ മുട്ടപ്പജ്ജും ചെരുത്തിന്റെ അല്ലേതാ ഈ പജ്ജോ ഈ ജാതിപ്പെട്ടാണ് ഈ പജ്ജി ഈ ജാതിപ്പെട്ട അത് ജാതി വേറെ അത് മൂട്ടുണ്ടായ മുയല്ല മൂട്ടുണ്ടായ മുയല്ല ആസിരിച്ചക്ക ഉണ്ടാക്കിയ മുയല്ല ഇത് ജാതിക്കട്ടോ ജനിച്ച മണ്ണെന്നാണ് ആ ജനിച്ച മണ്ണെന്നാണ് ജനിച്ച മണ്ണ് ജനിച്ച മണ്ണെന്നാണ് ആ ഒരു ക്യാമറ എടുക്കേ എടാ ആണുങ്ങളെ പിടിച്ചേ ഒന്ന് എടുക്കേ ഇങ്ങനെ കൊണ്ടുവരണം മുതല് എന്നിട്ട് അവിടെ ആളെ കൂട്ടി ആ എന്നിട്ട് നിങ്ങൾ ആളെ കൂട്ടി ആ കാണുന്നുണ്ടോ ഇതിനാ വർത്താനം പറയണത് നിങ്ങൾ ചന്തക്ക് കുറ്റം പറയും ഏതെങ്കിലും പറഞ്ഞിട്ട് വാങ്ങി കൂട്ടിക്കാൻ നിങ്ങൾ ചന്തക്ക് കുറ്റം പറയും ആ വർച്ചാനം പറയാൻ പാടില്ല ഉണ്ടെ തെറിച്ചുള്ളൂ മുതലിട്ടോ വെറുതെ വലിപ്പത്തിന് പറയല്ല നമ്മള് വലിയ ആളുകളെ ഇടയിൽ ആകുമല്ല ഞാൻ വെച്ച് ഭൂമിക്ക് ചാടിയിട്ട് ഈ ഒരു യന്ത്രം അറിയുള്ളൂ അത് നോക്കിട്ടേ വാങ്ങുള്ളൂ കേട്ടോ ഇത് 32 33 ചോദിച്ചാല് ഇത് ഒരു പൈക്കുട്ടി ഇങ്ങനത്തെ ഒരു പൈക്കുട്ടി അങ്ങനെ എന്തൊരുക്കണ ഒരു 12 ലിറ്റർ പാലിറക്കാ മുണ്ട് കേട്ടോ കയറ് പുറത്തിടടാ എടാ പറമാനി പോയല്ലേ ഇതാ കാണിച്ചരാ നിങ്ങൾ എന്തിനാ മണ്ടു നിങ്ങൾക്ക് ഈ ഇടക്കാർ കാണുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ ഇതൊരു പൈപ്പ് വരല്ല എന്നിട്ട് ഇന്ന് നേരെ പോലത്തെ കുറച്ച് പീഞ്ഞു അലട്ടിക്കോളൂ എന്നാ വെച്ച് ഈമിക്കോ എന്നാ മറ്റേതേ ആ മഞ്ഞത്തിൽ സുബഹിസ്കരിച്ച ഒഴിവുണ്ടാവില്ല കുടിച്ചേ കിടക്കേ അപ്പൊ മഞ്ഞത്തിനെ പറയാ അതിപ്പോ നമ്മള് കെട്ടിക്കൊടുത്തല്ല കേക്കല്ലത് നിർത്തില്ലല്ലോ ഒരു 4-5 പൈക്കളെ കൊടുത്ത് എത്ര പെണ്ണുകൾ തെറ്റിപ്പോയി 500 റുപ്യ അല്ലേ ഒരു തന്ത പോയി കജ്ജറ്റെ കൊടുക്കുക 1000 കുറച്ച് തന്തക്ക് നടന്നു വരി 45 റുപ്യ മഞ്ഞത്തി കൊടുത്തതാ പജ്ജാണ് അതിൽ 8000 റുപ്യ ബസ്സിന് വാങ്ങിച്ചു അങ്ങോട്ടും പോണു ബസ്സിന് ഇങ്ങോട്ടും പോലും 6ാമത്തെ ആഴ്ച വരുന്നുണ്ട് ബസ്സിനെ കൊടുക്കണ്ടേ അത് എവിടെയെങ്കിലും കൊടുക്കണോ എന്നിട്ട് വരുമ്പോ പറയാം ഇന്ന് ചന്തയിൽ കന്ന് നല്ല ഉണ്ട് കുറച്ചായിട്ട് വാങ്ങാം ചന്തയിൽ കന്ന് നല്ല ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിറ്റ പോലെ അതിർത്തോട്ടി കേട്ടോ മൂപ്പര് കൂടിക്കോ ഇപ്പം പുള്ളില്ലാത്ത വർത്താനം മഞ്ഞത്തി പറഞ്ഞിട്ട് ഒന്നും വന്നാ എന്നിട്ട് ചോരലിന് വെട്ടി തുടിക്ക് തീറ്റ കച്ചവടം പറഞ്ഞു കൊടുക്കല്ലേ കാക്ക ഇത് മോതൽ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വെച്ചിണ്ടാക്കിയ കുടുംബമല്ല നല്ല മോതൽ വാങ്ങിപ്പോയി ആ നല്ല മോതൽ വാങ്ങിപ്പോയി അതിനാ പറയണത് നിങ്ങൾ ഈ അൽനീ വന്ന കച്ചവടത്തിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് വാങ്ങുമ്പോ ഒരു 500 1000 എന്നിട്ട് പറയാം ഇന്റെ പജ്ജിന്ന് നീച്ചിട്ടില്ല എന്തെന്നാവോ കുഞ്ഞു കാണും അതിന് മരുന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഒരുത്തൻ നേരെ വിളിച്ചിട്ട് പറയണേ ഇന്റെ പജ്ജ് വേറെ ഞാൻ തന്നാണോ ചോദിച്ചു ഞാൻ തന്നാണ് ഇന്റെ അടുത്ത് മരുന്നുണ്ട് വേറെ എത്തിച്ച് വാങ്ങിയെടുത്ത് എല്ലാവരും അല്ല എന്താ ഞാൻ പറയണു ഞാൻ ഇവിടെ നാട് മുഴുവൻ നന്നാക്കാൻ നടക്കാൻ കുഞ്ഞു കൊണ്ട് വെച്ചോ പല പൈക്കൊക്കെ മരുന്ന് കൊടുക്കാൻ നമ്മളപ്പോഴേക്ക് വാങ്ങാൻ നമ്മളെ പറ്റിയില്ല വേറെ വാങ്ങിക്കൊണ്ടിട്ട് പോലും പറയാം പറ്റിപ്പോ പല്ല് പിന്നെ നീച്ചലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മഞ്ഞത്തിനെ പിടിച്ചോ പൊതിച്ചോ പറയാം മോതൽ വാങ്ങുമ്പോ നോക്കണം ആ ഈ ഒരു കുട്ടി നമ്മൾ കൊണ്ടുപോകണം ഏതെങ്കിലും കുട്ടിനെ ഏതെങ്കിലും ഒന്നിന് എല്ലാം കൂടി ഒന്നും കൊടുക്കില്ല 4 എപ്പോഴും കച്ചിൽ പോകണം പൈക്കാരെ വണ്ടി എന്ന് അവിടെ ഇല്ലാതെ പറ്റില്ല നമ്മളെ കച്ചവടത്തിന് അതായില്ല അപ്പൊ തൊത്തിൽ ബൈക്കുകളുണ്ട് അത് വേറെ മക്കളെ നല്ല മുതലിലെടുത്ത ആൾ കൂട്ടുണ്ടാവും നല്ല മുതലിലെടുത്ത് അതന്നെ അതിനെ വണ്ടി കച്ചില്ലേ മുതൽ എന്നാണോ അരെ ഏത് ചോദിച്ചേ ഇത് കൂടിയൊക്കെ എങ്ങനെ അവിടെ കൊണ്ടു കളേ ഇതൊന്നും ഇതിനൊക്കെ കാക്കാ ക്ലാസ്സല്ലേ അവിടെ എന്നാ വരി ആ പിന്നെ വന്നല്ലേ ആള് ഇത് ചോറ് വെച്ചോട് പോയിട്ട് എന്താ പറഞ്ഞില്ല തമാശ പറയല്ല ഇയാള് പൂടൂല കെട്ടൂല അത് ഇയാൾക്ക് ഉറക്കം വരില്ല എന്നിട്ട് വെറുതെ ചോദിച്ചുകൊണ്ട് എടുക്ക അതിന്റെ മാന്തിക്ക ചോട് കമ്മിയുണ്ട് കുട്ടിയെ കജ്ജൊണ്ടൊന്നും മാന്തിക്കള ചോട് കമ്മിയുണ്ട് ഇവിടെ വരെ
ഒരു ചൂണ്ടലിട്ടേരാ ചൂണ്ടലിട്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? ചൂണ്ടലിട്ടേരാ ഇതല്ലേ കണ്ടോളി കണ്ടോളി അന്ന് എത്തിച്ചിട്ട് അതൊക്കെ മൂന്നാമത്തെ ദിവസം തിരിച്ചു വന്നു ചോദിച്ചാൽ അന്ന് ഈ ചെവിക്കൊരു ഓട്ടം കുത്തിക്കൊള്ളി. ആ കാണുന്നുണ്ടോ? ഇല്ല വിലക്കാകത്തിൽ വാങ്ങിട്ടോ 16 ഇയാളത്തെ വലിയ വിലയാണ്. ഏയ് ജനങ്ങള് ഇതാ ഇത് കുടുംബം ഒട്ടിച്ചതല്ല ഇത് ഒട്ടിച്ചതല്ല കണ്ടുണ്ടോ? ഇത് ഒട്ടിച്ചതല്ല. തെരഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുതലിന്റെ ഒരു പൗതി വിലക്കിൽ ചോദിച്ചിട്ടോ എന്നിട്ട് പ്രസംഗിച്ച് കേട്ടോ. ഇതിന്റെ ജാതി, ഇതിന്റെ അളപ്പും, ഇതിന് എത്ര പല്ലാണ്, ഇതിന് എത്ര വയസ്സായിക്കണു, ഇതിന് എന്താ കിട്ടേണ്ടത്, ഇതിന്റെ പാല് എന്താണ്, മട്ടക്കൊന്ന് കജ്ജിക്കൊന്ന് പീഞ്ഞ് നോക്കിയിട്ട് പെരുമാറി. മനസ്സിലായോ? അതാ മനസ്സിൽ കേട്ടോ. ആ ഇതിപ്പോ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇത് വൈകുന്നേരം കറക്കാതെ കാറ്റടിച്ച് ബീപ്പിച്ചതൊക്കെ 5:30 മണിക്ക് കറന്ന് 5:45 കറന്ന് വിട്ട് കൊടുത്ത വൈക്കളതൊക്കെ ഇത് 5:45 അല്ലേ ഈ പഞ്ച് ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ കറന്ന് വിട്ടിട്ട് കൊണ്ടുവരുന്ന ബൈക്കുകളാണ്. ഇത് നിങ്ങളിവിടെ വീർപ്പിച്ച് മടിക്കെട്ടി നിൽക്കുന്ന കന്നല്ല. അത് മടിക്കെട്ടി നിർത്തൂല. എന്താ വെച്ചാൽ നമ്മളെ തോത്തുകൊണ്ടേക്കാണ് നിൽക്കുന്ന കന്ന. അതിനാ പറയണേ. നല്ല മുതൽ യൂട്യൂബിലൊക്കെ കാണും. അല്ലാത്തപോലെ ആരെയും കാണും. എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണാത്തത് എന്നെ അതിന് പറ്റൂല. അപ്പൊ അതാ പറയുന്നത്. ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ യൂട്യൂബ് കാണുന്നുണ്ടോ? കാണൂല. മോനേറ്റ് പേടിച്ച അവന്റെ ബന്ധുക്കാരൊക്കെ കാണിച്ചിട്ട് യൂട്യൂബ് കണ്ടല്ലേ. പണി തന്നെയല്ലേ. അക്കാ ഈ ഒരു പൈക്കുട്ടി നമ്മൾ കൊണ്ടുപോവാ. അതിപ്പോ ഒറ്റുന്നത് പീഞ്ഞിട്ട് അതല്ല പീഞ്ഞിട്ട് പറ്റുന്ന കേട്ടോ. അല്ലാതെ ഒന്നുമില്ല കേട്ടോ. അത് ഒറ്റ വലിച്ചിട്ടൊന്നല്ല കേട്ടോ. നമ്മളിപ്പോ കറന്നപ്പോഴേ അത് ചൊരത്തിയതാണ്. നിങ്ങളതിനെ അന്നെത്തിച്ചിട്ട് അങ്ങനത്തെ ഒരു കുഴപ്പം തീമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 പഞ്ച് തിരിച്ചു വരും. അങ്ങനത്തെ കുട്ടിയാ കൊണ്ടേക്കോളി. ഒറ്റ പേറ് പറ്റതാ. ഒറ്റ പേറൊറ്റ പോയിക്കോട്ടെ. ഇത് കൊണ്ടേക്കോ. ഇതൊക്കെ അറളുമ്പോൾ കുത്തിച്ചല്ല നമുക്ക് ഒരു 7 മാസം ചെന വരെ കറക്കാക്കാം. 7 മാസം ഒന്ന് കഞ്ചിച്ചോ കഴിഞ്ഞല്ലേ. അതിനെ പറ്റി അറിയില്ല. അല്ല ഒന്ന് കഞ്ചിച്ചോ കാവത്തില്ലേ. അതിന്റെ പൗതിയില്ലേ. അതിന് തിന്ന് തേറുമ്പോൾ തുള്ളി വെള്ളം പോലെ കിട്ടിയില്ല. ആ മോര് കച്ചോട നമ്മള് വരെ എവിടെ? ആ അവിടേക്കാണ് നമ്മളെ പൈക്കള്. കല്ലൂര്, തിരൂര്, വൈലത്തൂര്, ചമ്പറ ഭാഗത്തൊക്കെ. ഞാൻ നമ്മള് തൂത്തണത്. ഞാൻ ഇവിടെ സ്ഥിരമുള്ള ആളെ. നമ്മൾ ഇന്ന് മാത്രല്ല സ്ഥിരമുള്ള ആളെ. അതൊക്കെ അത് കൊണ്ടേക്കോ. ഞാൻ ഇവിടെ എന്നും ഉണ്ടാവില്ല. ഞായറാഴ്ച അത് കേൾക്കില്ല. വിഷയം വിട്ട് കൊടുക്കേ ഞങ്ങൾ ബുക്ക് എന്തെങ്കിലും സ്മോയില് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരു 500 റുപ്യ നമുക്കും കിട്ടണം. നിങ്ങൾ ഇതൊന്നും നോക്കാം. ഇതിൽ തമാശ പറയല്ല. നിങ്ങൾ ഇതൊന്നും നോക്കാം. ഇത് എത്ര വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഈ പറയാ. ഇത് എന്ത് തള്ളപ്പച്ച ഒരു 10-12 ലിറ്റർ പാലിന്റെ ഒരു പൈക്കൂടി. ഇത് എന്ത് ജാതിയാ? നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ വർത്താനം പറയും. നിങ്ങൾ ഈർക്കാൻ വേണ്ടി പറയണ. അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും നുള്ളി കൊടുത്ത് വാങ്ങി. നിങ്ങൾ ഇതിന് 33 വെച്ചാൽ ഞങ്ങൾ ഇത് പോയിട്ട് എത്രക്കത്ത് വാങ്ങിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു 100 റുപ്യ വണ്ടി കൊടുത്തോ. അതാ നിങ്ങൾ വരും.